ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ചോക്ലേറ്റ് ഐസ്ക്രീം പുഡിംഗ് ആണ്. ഇത് നമ്മുടെ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഇത് ഈസിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ 1/2 ലിറ്റർ പാലെടുക്കുന്നു, തിളയ്ക്കാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഏകദേശം 1/2 കപ്പ് പഞ്ചസാര മാക്സിമം, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അത് ചേർത്ത് കൊടുത്ത് പാൽ തിളച്ചു തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് തണുത്ത പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറുക്കിയെടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ്, ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് എസൻസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് നല്ല മധുരമുള്ള മാങ്ങ പീസാക്കി വെക്കണം. മധുരം കുറവാണെങ്കിൽ ഇതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ മാങ്ങ ഈ പുഡിങ്ങിനോടൊപ്പം ചേരാത്ത പോലെ തോന്നും. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ഗ്ലാസ്സിലോ ബൗളിലോ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പുഡിങ്ങിൻ്റെ കൂട്ട് ഇതിൻ്റെ മീതെ, ആ മാംഗോ പീസിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഫ്രീസറിൽ 1/2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് താഴത്തെ തട്ടിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ഐസായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സെറ്റ് ആവുന്ന സമയത്തിനിടയിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്, ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. അത് ക്രഷ് ചെയ്തെടുക്കുക, അതായത് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കരുത്. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ ചോക്ലേറ്റ് പീസസ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള, അതായത് നമ്മൾ മാംഗോ പീസും പുഡിങ്ങും കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെച്ചാൽ അതിലേക്ക് അതിൻ്റെ മീതെ നമ്മൾ ഈ ക്രഷ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ഇനി വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം, അല്ല ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും അതിൻ്റെ മീതെ അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. അതാണ് ഈ മാംഗോയിനും പുഡിങ്ങും ഈ ചോക്ലേറ്റ് പീസസും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി അതിൻ്റെ മീതെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമുക്കൊന്നില്ലെങ്കിൽ വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം മാംഗോ ഐസ്ക്രീം, അല്ലെങ്കിൽ നമുക്ക് മാംഗോ ഐസ്ക്രീം വാങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് മാംഗോ ഐസ്ക്രീമും ഇല്ല, വീട്ടിലുണ്ടാക്കിയതുമില്ല, വാങ്ങിയതും ഇല്ലെങ്കിൽ കുറച്ച് മാംഗോ ജ്യൂസ് നല്ല കനത്തിൽ, അതായത് ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിക്ക് നല്ല മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് പഞ്ചസാര ചേർത്തുണ്ടാക്കിയിട്ട് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. അതായാലും മതി. ഐസ്ക്രീം വേണമെന്നില്ല, ഐസ്ക്രീം ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ അതിൻ്റെ മീതെ നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ന്യൂട്ടല്ലയോ അങ്ങനെ ഏതെങ്കിലും തരം ചോക്ലേറ്റ് ഡിപ്പ് നമുക്ക് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചോക്ലേറ്റ് ഐസ്ക്രീമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ മാംഗോ ഐസ്ക്രീമിൻ്റെ മീതെ ഒരു ലെയറായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. എന്തായാലും ഈ ചോക്ലേറ്റും മാംഗോയും മിൽക്കും എല്ലാം കൂടി നല്ലൊരു കോംബോയാണ്. അതെല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എല്ലാം നല്ല തണുത്ത് ഈ ചൂട് കാലത്ത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു പുഡിങ്ങാണ് നമ്മുടെ ഈ മാംഗോ ചോക്ലേറ്റ് ഐസ്ക്രീം പുഡിങ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാ വീഡിയോസും കാണാം, നല്ല നല്ല റെസിപ്പികളുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.